ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെറിയൊരു ഔട്ടിങ്ങിന് പോവുകയാണ് ഫാമിലി ആയിട്ട്. ആരക്കേട്ടാ പറഞ്ഞ ആരക്കേട്ടാ പിന്നെ ആരൊക്കെയുണ്ട്? ഡാഡ മമ്മില്ലേ? ആ നമ്മൾ പോകുന്നത് കാക്കനാട് വാട്ടർ മെട്രോയിലേക്കാണ്. നമ്മളിവിടെ നിയർ ബൈ ഉണ്ടെങ്കിൽ പോലും ഇത്ര നാളായിട്ട് നമ്മളൊന്ന് അതിൽ കയറിയിട്ടില്ല. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ് നമ്മൾ കയറാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു ഹാഫ് ആൻ അവർ ഡ്രൈവ് ഉണ്ട് അങ്ങോട്ടേക്ക്. നമ്മൾ ഇൻഫോ പാർക്കിന്റെ എക്സ്പ്രസ് വേ വഴിയാണ് പോകുന്നത്. അപ്പോൾ അതാ കണ്ടറിയാം, ഇവിടെ ഒട്ടും തിരക്കില്ല. ഞായറാഴ്ചയാണ് നമ്മൾ പോകുന്നത്. അല്ലെങ്കിൽ ഇവിടുത്തെ ട്രാഫിക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ അങ്ങനെ കാക്കനാട് മെട്രോ സ്റ്റേഷനിൽ എത്തി. ഈ കാണുന്നതാണ് ഇവരുടെ ബിൽഡിംഗ് എന്ന് പറയുന്നത്. നമ്മളവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 40 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. അപ്പൊ തന്നെ ഷൈജും ഫാമിലിയൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മള് ചെക്ക് ഇൻ ചെയ്തു, അകത്ത് കയറി. അപ്പോൾ നമ്മുടെ ബോട്ട് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. ഇവരാണെങ്കിൽ വിശേഷമൊക്കെ പറഞ്ഞിരിക്കുകയാണ്, കുറെ നാൾ കൂടി കണ്ടതിന്റെ. അങ്ങനെ നമ്മുടെ ബോട്ട് എത്തി. അപ്പൊ നമ്മൾ അതിലേക്ക് കയറുകയാണ്. ഇവിടെ നിന്ന് ആകെ സർവീസ് ഉള്ളത് കാക്കനാട് വൈറ്റില. ഇത് മാത്രമാണ് ഇവിടെ നിന്നുള്ള സർവീസ് ഉള്ളത് ആകെ. കയറി വരുമ്പോൾ തന്നെ നമുക്കിവിടെ മെട്രോന്റെ ലോഗോയും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഇതിന്റെ വിൻഡോസ് എല്ലാം ഫുൾ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ പുറത്തേക്കുള്ള വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു. ഇത് കൂടുതൽ യൂസ് ആകുന്നത് എന്ന് പറയുന്നത് വൈറ്റിലയിൽ നിന്ന് കാക്കനാടേക്ക് വരുന്ന ആൾക്കാർക്കാണ്. അപ്പോൾ അവർക്ക് ബ്ലോക്ക് ഇല്ലാതെയും, അതായത് കൃത്യമായ സമയത്തിനുള്ളിൽ അവർക്ക് ഇവിടെ എത്താൻ പറ്റുമെന്നുള്ളതാണ് ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. കുട്ടികളെല്ലാം വളരെ എക്സൈറ്റഡ് ആയിരുന്നു. അവർ സീറ്റിലൊന്നും ഇരിക്കുന്നില്ല. അവരാണെങ്കിൽ ഫുൾ ഓടി നടക്കലും കളിയൊക്കെ ആയിരുന്നു. ഏകദേശം അരമണിക്കൂറാണ് നമുക്ക് ട്രാവലിംഗ് ടൈം വരുന്നത്. ഫാമിലിയൊക്കെ ആയിട്ട് ചെറിയൊരു ഔട്ടിംഗ് ഒക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഇത്. പിന്നെ ഇത് ഫുൾ AC ആയതുകൊണ്ട് തന്നെയും കുട്ടികൾക്കാണെങ്കിൽ പോലും അത്രയ്ക്കൊരു പ്രശ്നമോ ചൂട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ യാത്രയിലെ ഐശുബേബിയുടെ പ്രധാന വിനോദം എന്ന് പറയുന്നത് ഇതായിരുന്നു. വൈഫ് കൈയഴിച്ച് എൻ്റെ തന്നു. എന്നിട്ടും ഐശുബേബിക്ക് മതിയായിട്ടുണ്ടായില്ല. ആൾക്കിത് വീണ്ടും വീണ്ടും ഇതിന്റെ മുകളിൽ വലിഞ്ഞേറണമെന്ന് പറഞ്ഞ് ഭയങ്കര വാശിയായിരുന്നു. അപ്പൊ അതാ കാണാം, പുറകിൽ ഋതു ബേബിയും സെയിം ഇത് തന്നെ ചെയ്യുവാണ്. അങ്ങനെ നമ്മൾ വൈറ്റിലയിലേക്ക് എത്തി. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ടും പിന്നെ നമ്മുടെ വണ്ടിയെല്ലാം കാക്കനാട് തന്നെ ആയതുകൊണ്ടും ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് തിരിച്ച് നമ്മൾ അങ്ങോട്ടേക്ക് തന്നെ പോവുകയാണ്, അതായത് കാക്കനാടേക്ക് തന്നെ പോവുകയാണ് ചെയ്തത്. പോകുന്ന വഴി നമ്മൾ ജസ്റ്റ് ഒന്ന് കടമ്പ്രയാർ നിർത്തി അടുത്തുള്ള ഹോട്ടലിൽ കയറി ചായയും സ്നാക്സും കഴിച്ചിട്ടാണ് പോയത്. അപ്പൊ ഇന്നത്തെ യാത്ര, അതായത് ഇന്നത്തെ ഔട്ടിങ് ഇവിടെ തീരുകയാണ്. ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.